കുരിശ് എന്ന മർമ്മത്തിന്റെ മഹത്വം നാം ഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് നിധിയാണെന്ന് കരുതുകയും എല്ലാ ആനന്ദത്തിന്റെയും ഏറ്റവും ഉയർന്ന കാരണമായും ഓരോ വേദനയിലുമുള്ള ആഴത്തിലുള്ള ആശ്വാസവുമായും അതിനെ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ജീവിതം പാഴാകും. ഒരു കാലത്ത് നമ്മുടെ വിഡ്ഢിത്തം ക്രൂശിക്കപ്പെട്ട ദൈവം ഇപ്പോൾ നമ്മുടെ ജ്ഞാനവും ശക്തിയും ഈ ലോകത്തിലെ ഏക പ്രശംസയും ആയിത്തീരണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യ ജീവിതമുണ്ട്. ഒരു ദിവസം നമുക്ക് അനശ്വരമായ ശരീരത്തിലുള്ള നിത്യജീവൻ ലഭിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയിലുള്ള ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതം ഇങ്ങനെ നയിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഭൗമിക ആശങ്കകളിലല്ല, നിത്യമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്ന് ബൈബിൾ പറയുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ ജീവിതം ഹ്രസ്വമാണെന്നും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ നാം ധിക്കാരികളാകരുതെന്നും ബൈബിൾ പറയുന്നു. ദൈവത്തെ അറിയുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. ദൈവത്തെ അറിയുമ്പോൾ നാം ദൈവസ്നേഹത്തിന്റെയും തന്റെ മഹത്വത്തിന്റെയും വെളിച്ചത്തിൽ നടക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും ശാപം തകർക്കുകയും നിത്യജീവൻ നൽകുകയും ചെയ്യുന്ന യേശുവിന്റെ പുനരുത്ഥാന ശക്തി നാം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഒരു ചുമതല ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ എത്തിക്കുന്നതിന് അച്ചടക്കവും കഠിനാധ്വാനവും ആവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം ദൈവത്തിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ആശങ്കകളെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്ന ഭക്തരെ പോലെ സമാധാനത്തോട് ശ്രമിക്കുക. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.